ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് അവർക്കും സ്വാഗതം. മലയാളത്തിലെ കഴിഞ്ഞ വർഷത്തിലെ അവസാനത്തെ 100 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ ഉണ്ണി മുകുന്ദൻ നായകനെത്തിയ മാർക്കോ. സിനിമ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സോണി ലിവിലൂടെ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ആയിരിക്കുകയാണ്. സിനിമ OTT റിലീസ് ചെയ്യുമ്പോൾ സമീപകാലത്ത് പുഷ്പ 2 എല്ലാം തന്നെ ലഭ്യമായതുപോലെ സിനിമയുടെ ഒരു എക്സ്റ്റൻഡ് കട്ട് വെർഷനായിരുന്നു ഒരുപാട് പ്രേക്ഷകർ OTTയിൽ പ്രതീക്ഷിച്ചത്. നേരത്തെ സിനിമയുടെ അണിയറ പ്രവർത്തകർ അത് പ്രോമിസ് ചെയ്തതുമാണ്. എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും അവസാന നിമിഷം സിനിമയുടെ എക്സ്റ്റൻഡ് വെർഷൻ അല്ല, മറിച്ച് തിയേറ്റർ വെർഷൻ തന്നെ അതിലും 1-2 മിനിറ്റ് കട്ടോടെയാണ് ഇന്ന് OTT റിലീസ് ആക്കപ്പെട്ടിരിക്കുന്നത്. സിനിമയുടെ OTT റിലീസിന് പിന്നാലെ സിനിമയുടെ എക്സ്റ്റൻഡ് വെർഷൻ എന്തുകൊണ്ട് OTT ലഭ്യമാക്കിയില്ല എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോഴത്തെ സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസ് നൽകിയിരിക്കുകയാണ്. അത് പ്രകാരം മിനിസ്ട്രി ഓഫ് ബ്രോഡ്കാസ്റ്റിന് സമീപകാലത്ത് ലഭ്യമായ ഒട്ടേറെ പരാതികളുടെ അടിസ്ഥാനത്തിൽ മാർക്കോ എന്ന സിനിമയുടെയും എക്സ്റ്റൻഡ് വെർഷൻ OTT റിലീസ് ചെയ്യുന്നില്ല എന്നാണ് പ്രൊഡക്ഷൻ ഹൗസ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമയുടെ എക്സ്റ്റൻഡ് വെർഷൻ റിലീസ് ചെയ്യാൻ OTTയിൽ സാധ്യതയില്ല. ഇനി യൂട്യൂബിലെങ്കിലും ഡിലീറ്റഡ് സീൻസ് എന്ന പേരിൽ അത് റിലീസ് ചെയ്യുമോ എന്ന് നാം ഉറ്റുനോക്കുന്നു. റിയാസ് ഖാന്റെ അടക്കം പല രംഗങ്ങൾ സിനിമയിൽ എക്സ്റ്റൻഡ് വെർഷനിൽ വരുമെന്നായിരുന്നു നേരത്തെ അണിയറ പ്രവർത്തകർ സൂചിപ്പിച്ചത്. ഇനി L2 എമ്പുരാനിലേക്ക് വരികയാണെങ്കിൽ പതിവ് പോലെ ഇന്നും സിനിമയുടെ 2 ക്യാരക്ടർ പോസ്റ്റേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ രാവിലെ പുറത്തു വന്നത് ലൂസിഫർ എന്ന സിനിമയിൽ ലാലേട്ടനോടൊപ്പം തന്നെ മുത്തു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മുരുകൻ മാർട്ടിന്റെ കഥാപാത്രം ക്യാരക്ടർ പോസ്റ്റർ ഒപ്പം തന്നെ വീഡിയോ എല്ലാം തന്നെയാണെങ്കിൽ ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്നിരിക്കുന്നത് ലൂസിഫറിന്റെ ക്ലൈമാക്സ് സീനിൽ 1-2 സെക്കൻഡുകളിൽ മാത്രം വന്നു പോകുന്ന മൈക്ക് എന്ന വിദേശ നടന്റെ സെർഗി ലിയോണോവ് എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററും വീഡിയോയുമാണ്. ഇതിനിടയിൽ എമ്പുരാൻ എന്ന സിനിമയുടെ അതിരാവിലെയുള്ള ഷോയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിരാവിലെ 6 മണിക്ക് സിനിമയുടെ ആദ്യ ഷോ ആരംഭിക്കാനായിട്ട് കേരളത്തിൽ നീക്കം നടക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു പക്ഷേ അതിനു മുന്നേ സിനിമയുടെ വിദേശ രാജ്യത്തെ പ്രീമിയർ ഷോസ് എല്ലാം തന്നെ ആരംഭിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും അതിന്റെ അപ്ഡേറ്റുകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ പുതുതായിട്ട് പുറത്തുവരും. കാത്തിരിക്കാം ലാലേട്ടന്റെ പൃഥ്വിരാജ് സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന എമ്പുരാന്റെ കൂടുതൽ വാർത്തകൾക്ക്.